ഒരു പുസ്തകമാക്കുകയാണെങ്കിൽ അത് ബെസ്റ്റ് സെല്ലർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അല്ല, നമ്മുടെ ഈ രാഷ്ട്രീയ മേഖലകളിലൊക്കെ അങ്ങനെയല്ലേ രണ്ടത്താണി സാഹിബ്, ഈ നർമ്മത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. ആളുകൾ വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിലേക്ക് പോവാണ്. അപ്പൊ തന്നെ മനുഷ്യർ തമ്മിൽ വിദ്വേഷം ഉണ്ടാകും, വെറുപ്പുണ്ടാകും. അവിടെയാണ് ബഷീർ സാഹിബിന്റെ ഒക്കെ പ്രസക്തി എന്ന് പറയുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യവും നർമ്മം കലർത്തിക്കൊണ്ട് സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് മനസ്സിലാകുന്ന തരത്തിൽ, എന്നാൽ ചാട്ടുളി കണക്കെ പ്രയോഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എനിക്ക് വളരെ ഇഷ്ടമാണ്, മറ്റേത് മലയാളിയെയും പോലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് കൂടുതൽ സമയം പ്രസംഗിക്കുന്നതാണ് ഞാൻ കരുതിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും മറ്റൊരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ വളരെ ദീർഘമായിട്ടുള്ള പ്രസംഗം കേൾക്കാനുള്ള ആഗ്രഹവും എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എൻ്റെ ജില്ലയായിട്ടുള്ള പാലക്കാട്, അതിന്റെ കിഴക്കൻ പ്രദേശമായ ചിറ്റൂരിലെ നല്ലേപ്പിള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ സമാധാനപരമായിട്ട് ജനങ്ങൾ കഴിയുന്ന ഒരു പ്രദേശമാണ്. ശാന്തസ്വരൂപികളായിട്ടുള്ള, പാവങ്ങളായിട്ടുള്ള, കൃഷിക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ആ പ്രദേശത്തെ ഒരു സർക്കാർ സ്കൂളിൽ, ചെറിയ കുട്ടികളൊക്കെയുള്ള സർക്കാർ സ്കൂളിൽ, ആ കുട്ടികളെ രസിപ്പിക്കാൻ വേണ്ടി അധ്യാപകരൊക്കെ ചേർന്ന് ക്രിസ്മസ് കരോൾ നടത്താൻ തീരുമാനിക്കുന്നു. പ്രത്യേകിച്ച് എങ്ങനെ മതവിശ്വാസമൊന്നും കാണേണ്ട കാര്യമില്ല. കുട്ടികളൊക്കെ ഇങ്ങനെ ക്രിസ്മസ് സാന്താക്ലോസിന്റെ വേഷക്കെട്ട് കുറെ മിഠായി ഒക്കെ ആയി കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു പരിപാടി. അതിലങ്ങനെ മതവിശ്വാസത്തിന്റെ ഘടകമൊന്നുമില്ല. ഈ സാന്താക്ലോസിന്റെ വിശ്വാസത്തിന് പോലും വാസ്തവത്തിൽ ക്രൈസ്തവ വിശ്വാസവുമായിട്ട് അത്ര വലിയ ബന്ധമില്ല. മറ്റേ മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് സമ്മാനങ്ങളുമായി വരുന്ന സാന്താക്ലോസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടികളുടെ ഭാവനയിലുള്ള ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയോ സ്വപ്നമോ മാത്രമാണ്. അങ്ങനെ നമ്മുടെ കുറച്ച് കുട്ടികള് കുറച്ചു നേരം സന്തോഷിക്കുന്ന സമയത്ത് വഴിവക്കിൽ ഇരുന്ന് നമ്മൾ കണ്ടാൽ എന്താ, നമുക്ക് എന്താ തോന്നുക? നല്ല രസമുണ്ടല്ലോ, കുട്ടികൾ സന്തോഷിക്കട്ടെ, അവരൊരു മിഠായി കൊണ്ടുവന്നാൽ നമ്മളും വാങ്ങും. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ മനസ്സ്, അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ BJP-കാരുടെ മനസ്സ് അങ്ങനെയല്ല, RSS-കാരുടെ മനസ്സ് അങ്ങനെയല്ല. അവരങ്ങോട്ട് കടന്നു ചെന്ന് അധ്യാപകരോടും അധ്യാപികമാരോടും വളരെ മോശമായി പെരുമാറി. എന്നിട്ട് പറയുകയാണ്, ഇവിടെ നടത്തേണ്ടത് ക്രിസ്മസ് കരോളല്ല, ശ്രീകൃഷ്ണ ജയന്തിയാണ്. നോക്കൂ നിങ്ങൾ, കേവലം 2.7% ഇന്ത്യയിലെ ജനസംഖ്യയിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെത്. കേവലം 2.7. ഇന്ത്യയിലെ ജനതയിൽ 79%-ലധികം 80% ഉള്ളത് ഹിന്ദു വിശ്വാസികളാണ്. ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്. പക്ഷെ ഞാൻ സംഘപരിവാർ വിഭാവനം ചെയ്യുന്ന ആ ഹിന്ദുത്വയുടെ വിശ്വാസിയല്ല, മറിച്ച് ഗാന്ധി വിഭാവനം ചെയ്യുന്ന സനാതന ഹിന്ദുവാണ്. ഈ രാജ്യത്തെ ഒരു മതന്യൂനപക്ഷത്തിന്റെ ആഘോഷം നടക്കുന്ന സമയത്ത് അത് സംരക്ഷിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യേണ്ട ബാധ്യത ഭൂരിപക്ഷത്തിൻ്റെതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കൊരിക്കലും ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ ഇത് എന്റെ മണ്ണല്ല എന്ന തോന്നൽ പോലും ഉണ്ടാകാൻ പാടില്ല. അത്തരം ഒരു തോന്നൽ പോലും ഉണ്ടാകാൻ പാടില്ല. ആ ബാധ്യത നിറവേറ്റേണ്ടത് ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെതാണ്. അവിടെയാണ് എല്ലാ ഹിന്ദുക്കളുടെയും കുത്തക ഏറ്റെടുത്തിട്ടുള്ള സംഘപരിവാർ കടന്നു എന്ന് പറയുന്നത് ക്രിസ്മസ് കരോൾ നടത്തരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് മാത്രമല്ല, അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നു. സംഗതി വിവാദമായപ്പോ ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. ഇത് ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. പറഞ്ഞ ആളുകൾ വിശ്വ ഹിന്ദു പരിഷത്തുകാരാണ് എന്നാണ് വാർത്ത വന്നത്. ഞാൻ ചിറ്റൂരിൽ വിളിച്ചന്വേഷിച്ച സമയത്താണ് പറയുന്നത് വിശ്വ ഹിന്ദുക്കളൊക്കെ തന്നെ. പക്ഷേ BJP-യുടെ ചിറ്റൂർ മണ്ഡലത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറി, BJP OBC മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്, ഇവരൊക്കെയാണ് പ്രതികൾ. ഇക്കഴിഞ്ഞ പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുൻനിരയിലുണ്ടായിരുന്നവർ, ചുമതലയുണ്ടായിരുന്നവർ, അവരാണ് ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ എത്ര ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു നാടാണ് ഈ കേരളം. ഈ കേരളത്തിനകത്ത് ഇതുപോലെ വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ
ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ പരസ്യമായി പ്രവർത്തിക്കാൻ കേരളത്തിലെ സംഘപരിവാറിനും കേരളത്തിലെ BJPക്കും എന്താണോ ധൈര്യം കിട്ടുന്നത്, ആ ധൈര്യത്തിന്റെ പേരാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ ഭരണമുണ്ട് എന്നുള്ള ഒരൊറ്റ ധാർഷ്ട്യത്തിന്റെ പേരിലാണ്, ധിക്കാരത്തിന്റെ പേരിലാണ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്നതിനേക്കാൾ സുരക്ഷ. പെട്ടെന്ന് ആ കുടുംബത്തിലേക്ക് വില്ലന്മാര് കടന്നു വരികയാണ്. വില്ലന്മാര് കടന്നു വരുന്നു, സംഘർഷം ഉണ്ടാകുന്നു, ഗൃഹനാഥൻ കൊല്ലപ്പെടുന്നു, അമ്മയെ പിടിച്ചു കൊണ്ടുപോകുന്നു. 2 കുഞ്ഞുമക്കളാണ്. കുഞ്ഞുമക്കൾ അവിടെ വെച്ച് വേർപിരിയുകയാണ്. ആ വേർപിരിയുന്ന കുഞ്ഞുമക്കളുടെ കയ്യിൽ ആ വീട്ടിലെ ഒരു സോപ്പ് കുട്ടിയുടെ ഒരു ഭാഗം ഒരു കുട്ടിയുടെ കയ്യിൽ, മറ്റൊരു ഭാഗം മറ്റൊരു കുട്ടിയുടെ കയ്യിൽ. ഈ ജയനും വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പോഴാണ് ഒരാളുടെ കയ്യിൽ അന്നത്തെ സോപ്പ് കുട്ടിയുടെ ഒരു ഭാഗമുണ്ട്, മറ്റേയാളുടെ കയ്യിൽ ആ സോപ്പ് കുട്ടിയുടെ മറ്റേ ഭാഗമുണ്ട്. അവിടെ വെച്ച് തിരിച്ചറിയുകയാണ്. ചേട്ട അനിയ എന്ന് വിളിച്ച് പരസ്പരം കെട്ടിപ്പുണരാണ്. അല്ലേ, അങ്ങനത്തെ സിനിമ കണ്ടിട്ടില്ലേ? ഇന്ന് ആ സോപ്പ് കുട്ടിയുടെ ഒരു ഭാഗം തിരുവനന്തപുരത്ത് AKG സെന്ററിൽ വിജയരാഘവന്റെ കയ്യിലുണ്ട്. ആ സോപ്പ് കുട്ടിയുടെ മറ്റേ ഭാഗം ഡൽഹിയിൽ അമിത്ഷായുടെ വീട്ടിലുണ്ട്. ഇവരെന്ന് കണ്ടുമുട്ടുന്നോ പരസ്പരം ചേട്ട അനിയ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കും. അതാണ് അവസ്ഥ. എന്താണോ അമിത്ഷാ പറയുന്നത് അത് തന്നെയാണ് വിജയരാഘവൻ പറയുന്നത്. അല്ലേ, വിജയരാഘവൻ പറയുന്നത്. ഒരമ്മ പെറ്റ മക്കളല്ല എന്ന് ആരെങ്കിലും പറയൂ? ഒരമ്മ പെറ്റ മക്കളല്ല. CPM-ഉം BJP-യും നടത്തുന്നത് ഒരേ രീതിയിലുള്ള പ്രസ്താവനകൾ, ഒരേ രീതിയിലുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ. എന്തൊക്കെയാ പറയുന്നത്? CPM വലിയ മതേതര പാർട്ടിയാണെന്നാ പറയുന്നത്. ഈ നാട്ടിലെ സകല ആളുകൾക്കും മതേതര സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്നത് AKG സെന്റർ എന്നാണ്. കേരളത്തിൽ ഒരു മനുഷ്യൻ വർഗീയവാദിയാണോ മതേതരവാദിയാണോ എന്ന് സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്യേണ്ടത് ആദ്യം CPM നേതാക്കന്മാർ സർട്ടിഫൈ ചെയ്യണം. ഈ കേരളത്തിൽ അങ്ങനെ സർട്ടിഫിക്കറ്റ് തഞ്ചത്തിൽ കിട്ടിയ ഒരു മനുഷ്യനേ ഉള്ളൂ, അത് ഞാനാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാ പറഞ്ഞത്. അല്ലേ, പെട്ടുപോയതാ. ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞത് CPM സർട്ടിഫിക്കറ്റ് തന്നു. ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാ നേരെ വന്നിട്ട് കോൺഗ്രസ് ചേർന്നത്. അത് കാണിച്ചു കൊടുത്തു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC കൊടുക്കുന്ന പോലെ AK ബാലറ്റ സർട്ടിഫിക്കറ്റ് തന്നു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അബദ്ധത്തിൽ അടിച്ചു തന്നതാ. അങ്ങനെ മതേതരത്വത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന CPM-കാരൻ, ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന CPM-കാരനാണ് കേരളത്തിൽ 1-ാം നമ്പർ വർഗീയവാദികൾ. പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പോ മുൻപിലും പിൻപിലും ഉണ്ടായിരുന്നത് കൊടിയ വർഗീയവാദികളാണെന്ന് വിജയരാഘവൻ പറയുന്നു. ഞാൻ നോക്കുമ്പോ മുമ്പിൽ കണ്ടത് ബഷീർ സാഹിബിനെ. മൂപ്പരെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? അല്ലേ, മരുന്നുള്ള ആളാന്നല്ലേ പറഞ്ഞത്? മരുന്നുള്ള ആളാന്നല്ലേ പറഞ്ഞത്? ഇത്ര സെക്യുലർ ആയിട്ടൊരു മനുഷ്യൻ, അല്ലേ? ഇവരൊക്കെ വർഗീയവാദികളാണെന്നാ പറയുന്നത്. ഇത് തന്നെയല്ലേ അമിത്ഷായും പറഞ്ഞത് പണ്ട്? പച്ചക്കൊടി, വയനാട്ടിലെ മൊത്തം പച്ചക്കൊടി. ഇത് അമിത്ഷാ പറഞ്ഞത് അല്ലേ? ഹിന്ദിയിൽ പറഞ്ഞത് തർജ്ജമ ചെയ്ത് മലയാളത്തിലാക്കിയ വിജയരാഘവൻ പറഞ്ഞതായി. ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചേട്ടനും അനിയനുമാണ്. ഇവരെന്ന് കണ്ടുമുട്ടും എന്നുള്ളത് മാത്രമേ സംശയം. അത് മാത്രല്ലോ, കുറച്ച് ദിവസം മുമ്പ്, അധികമായിട്ടില്ലല്ലോ, 3-4 ദിവസം മുമ്പല്ലേ മോഹനം പറഞ്ഞത്? കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്താ പറഞ്ഞത്? MEC-7 വിവാദം. എന്താണ് പറഞ്ഞത്? ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ രാവിലെ ആളുകൾ കൂടി വ്യായാമം ചെയ്യുന്നത്. നിങ്ങൾ പോകുന്നുണ്ടോ? അല്ല, നമുക്ക് പോണ്ട അവസ്ഥയായിട്ടുണ്ട്. ഞാൻ ഈ UDF-ന്റെ ഭാഗമായതിനു ശേഷം ഡയറ്റ് മൊത്തം തെറ്റിയിരിക്കുന്നു. അപ്പോ ഭക്ഷണം കഴിപ്പ് ആളുകൾ സ്നേഹിച്ചു കൊല്ലുന്ന അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് UDF-കാര് ലീഗുകാരൊക്കെ എക്സസൈസ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. ഭക്ഷണം കഴിപ്പിച്ചു കൊല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എക്സസൈസ് ചെയ്യുന്നത് രാവിലെ ആളുകൾ 20 മിനിറ്റ് 25 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നത്, ആ ചെയ്യുന്ന ആളുകൾ തീവ്രവാദികളാണെന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി മോഹൻ പറയുന്നു. അതിനടിസ്ഥാനപരമായി അദ്ദേഹം പറയുന്ന കാരണം, രാവിലെ വ്യായാമം ചെയ്യാൻ വേണ്ടി സംഘടിക്കുന്ന ആളുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ്. എന്തൊരു കണ്ടുപിടുത്തം! ഈ മലപ്പുറം ജില്ലയിലെ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ
അവിടെ ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾ കൂടുതലുണ്ടാവും. എന്താ അതിൽ തർക്കമുള്ളത്? കാരണം ഇവിടുത്തെ ജനസംഖ്യാനുപാതം നോക്കിക്കഴിഞ്ഞാൽ, ഡെമോഗ്രഫിക് ആയിട്ടുള്ള ഡിവിഡൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലാണ്. കോഴിക്കോട് ജില്ലയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മുസ്ലിം പോപ്പുലേഷൻ കൂടുതലാണ്. അവിടെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുണ്ടാകും. ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ തലയെണ്ണി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുണ്ടാകും. പത്തനംതിട്ടയിൽ പോയിട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞിട്ട് ഇതേ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹിന്ദുക്കളുടെ എണ്ണം കൂടുതലുണ്ടാകും. കോട്ടയത്ത് പോയി കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ എണ്ണം കൂടുതലുണ്ടാകും. ഇത് സ്വാഭാവികമല്ലേ? ഒരു പ്രദേശത്ത് ഏത് വിഭാഗമാണോ കൂടുതലുള്ളത് അവർ സ്വാഭാവികമായിട്ടും സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ മേഖലകളിലും അവരുടെ എണ്ണം കൂടുതലുണ്ടാകും എന്നുള്ളത് കോമൺ സെൻസ് അല്ലേ, യുക്തിയല്ലേ? പക്ഷെ മോഹനന്റെ യുക്തിയല്ല, കുയുക്തിയാണ്. അയാൾ പറയാണ് മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഇത് തീവ്രവാദമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ റേഷൻ കടകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ അരിയും പഞ്ചസാരയും മണ്ണെണ്ണയും വാങ്ങാൻ നിൽക്കുന്ന പാവങ്ങൾ, അതിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അതിൽ താത്താര് അല്ലേ കൂടുതലുണ്ടാവില്ലേ എന്ന് കരുതിയിട്ട് ആ റേഷൻ കട തീവ്രവാദ ക്യാമ്പാണ്, അങ്ങോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തണമെന്ന് CPM പറയൂ. മോഹനൻ പറഞ്ഞു 10 മിനിറ്റ് കഴിഞ്ഞില്ല, മാരാർജി ഭവനിൽ നിന്ന് പുറത്തിറങ്ങി സുരേന്ദ്രൻ അതേ കാര്യം ആവർത്തിക്കണം. സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അത് ജനിതകപരമായിട്ടുള്ള സവിശേഷതയാണ്. സുരേന്ദ്രൻ അത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പക്ഷെ CPM-മാരൻ ഇത് പറയുമ്പോ അപകടം വലുതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഖാക്കളുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ കാര്യം പറയുമ്പോൾ അതുണ്ടാക്കുന്ന അപകടം, ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം അത് വളരെ വലുതാണ്. കാരണം നിങ്ങളാണ് ഈ നാട് ഭരിക്കുന്നത്, നിങ്ങളാണ് കേരളം ഭരിക്കുന്നത്. BJPക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പര്യാപ്തമായ രീതിയിൽ ഈ നാട്ടിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ മരുന്നിട്ട് കൊടുത്താൽ, വഴിമരുന്നിട്ട് കൊടുത്താൽ അത് ഈ നാടിനെ വിഭജിക്കും. നിങ്ങൾ ഈ നാട്ടിൽ ഇസ്ലാമോഫോബിയ വളർത്തരുത്. അങ്ങനെ വളർത്തേണ്ടത് സംഘപരിവാറിന്റെ ആവശ്യമാണ്. അതിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ CPM ചെയ്യുന്നത്, പിണറായി വിജയൻ ചെയ്യുന്നത്, BJP വിജയിക്കാൻ, BJPക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ ചെയ്തു കൊടുക്കുന്നു. ഇതിപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ കാര്യം ഉറക്കെ പറയുന്നത് എന്റെ ബാധ്യതയാണ് എന്നെനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഉറക്കെ പറയുന്നത്. കേരളത്തെ വർഗീയവുമായി വിഭജിക്കാൻ അനുവദിച്ചുകൂടാ. ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ പഴയ നല്ല കാലം നമുക്ക് ഓർമ്മയില്ലേ? എത്ര ഏകോദര സഹോദരങ്ങളെ പോലെ മനുഷ്യർ കഴിഞ്ഞ നാടാണിത്. ഈ നാടിന്റെ നന്മ, ഈ നാടിന്റെ സാഹോദര്യം അല്ലേ? ഓണവും പെരുന്നാളും ക്രിസ്മസും എല്ലാം ഒത്തുചേർന്ന് ആഘോഷിച്ച ഒരു നല്ല നാടല്ലേ ഇത്? ആ നാട്ടിൽ എന്തിനാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്? എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? നിങ്ങൾ എല്ലാ ഉദാഹരണങ്ങളും എടുത്ത് പരിശോധിച്ചോളൂ. ഇപ്പോ BJPക്കാർ ഏറ്റവും വലിയ ആയുധമായി കൊണ്ടുവന്നിട്ടുള്ള വഖഫ് അമെൻമെന്റ് ആക്ട്, ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയല്ല. മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് വിളിച്ചിരുന്നു ഞാനടക്കം. പക്ഷെ ഞാൻ പറയുന്നു മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല, സാമുദായിക പാർട്ടിയാണ്. സാമുദായിക പാർട്ടിയാണ്. പക്ഷെ സാമുദായിക പാർട്ടിയേക്കാൾ കൂടുതൽ സാമൂഹ്യപരമായി പ്രതിബദ്ധതയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പാർട്ടിയാണ്. അതുകൊണ്ടാണ് മുനമ്പത്ത് നിന്നും ഒരു മനുഷ്യൻ പോലും കുടിയൊഴിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ തീരുമാനമുണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ വിശാലമായ അർത്ഥത്തിൽ തീരുമാനമെടുക്കാൻ മറ്റാർക്കാ സാധിക്കുക? മറ്റാർക്കാ കഴിയുക? ഈ നാട്ടിൽ ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവരുത്, പ്രതിലോമ ശക്തികൾ മുതലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ധീരമായിട്ടുള്ള നിലപാട് പാണക്കാട്ട് നിന്നെടുക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ സന്തോഷത്തോടുകൂടി ആ നിലപാടിനെ സ്വീകരിക്കുന്നു. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? ഇവിടുത്തെ CPM എന്താ ചെയ്തത്? 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നം വലിച്ചഴച്ച് ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് BJPക്ക് 10 വോട്ടെങ്കിലും അധികം കിട്ടുമോ എന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി അത് വലിച്ചു നീട്ടി.
BJP-ക്കാരോ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ? പാലക്കാട്ടെ സ്ഥാനാർത്ഥി പ്രചരണം നിർത്തി കാറെടുത്ത് മുനമ്പത്തേക്ക് പോയി. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുനമ്പത്ത് പോയിട്ട് സമരക്കാരോട് പറഞ്ഞു, ഈ ശീതകാല സമ്മേളനത്തിൽ ഞങ്ങൾ വഖഫ് അമെൻമെന്റ് ആക്ട് കൊണ്ടുവരും. അത് വന്ന് അങ്ങടെ പ്രശ്നം മൊത്തം തീർന്നു. ഇപ്പൊ ശീതകാല സമ്മേളനം കഴിയാറായി അല്ലേ? കഴിഞ്ഞു. എന്ത് പറ്റി? JPC-ക്ക് വിട്ടല്ലോ. ചാണക്യം പറഞ്ഞിരുന്നു എന്ത്? ഈ ശീതകാല സമ്മേളനത്തിൽ വഖഫ് അമെൻമെന്റ് ആക്ട് കൊണ്ടുവരും. എന്തേ പറ്റാതെ പോയത്? പറ്റിയില്ലല്ലോ. 10 വർഷം ഇതായിരുന്നു സ്ഥിതി. അല്ല, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, അന്യവൽക്കരിക്കപ്പെട്ടവരെ ഓരോ ദിവസവും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് നിയമത്തിനുമേൽ നിയമപരിഷ്കരണം കൊണ്ടുവന്ന് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്ന, ഒരു ചർച്ചയും കൂടാതെ പാർലമെന്റിൽ ദോശ ചുട്ടെടുക്കുന്നത് പോലെ നിയമപരിഷ്കരണം കൊണ്ടുവന്നിരുന്ന BJP എന്തേ ഇപ്പൊ പത്തിമടക്കിയത്? എന്തേ JPC-ക്ക് വിട്ടത്? ഇപ്പൊ ഭൂരിപക്ഷമില്ല. ഇപ്പൊ നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കാരുണ്യത്തിലാണ് ഭരണം മുന്നോട്ട് പോകുന്നത്. പഴയതുപോലെ ചാണക്യം വിചാരിക്കുന്നൊന്നും നടപ്പാക്കാൻ പറ്റില്ല. ഞങ്ങൾ BJP-യുടെ നേതാക്കന്മാരായിരിക്കുന്ന സമയത്ത് പേടിപ്പിക്കുന്ന എന്താണെന്നറിയോ? നിങ്ങളുടെ ഓരോ നീക്കവും ഡൽഹിയിൽ അറിയുന്നുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞാൽ ചാണക്യൻ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഡോവൽ, നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയാൽ ശ്വാസം വിടുന്നത് പോലും മൂപ്പരറിയാതെ നടക്കൂല എന്നാ പറഞ്ഞിരുന്നത്. അത് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുക കുറെ പാവങ്ങൾ. ഞാൻ ഈ ലോകത്ത് മുഴുവൻ പോയി UDF-ന്റെയും AICC-യുടെ നേതാക്കന്മാരുടെ ചർച്ച നടത്തിയിട്ട് ഒരു ചാണക്യനും പറഞ്ഞില്ല. കേരളത്തിൽ ഒരു മാധ്യമങ്ങളും പറഞ്ഞില്ല. അവസാനം കേരളത്തിലെ മാധ്യമങ്ങൾ പറയാണ്, കോൺഗ്രസ് ഇത്ര സീക്രട്ട് ആയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ഞങ്ങൾ കരുതിയതേ ഇല്ലാന്ന്. എന്ത് ചാണക്യൻ? നമ്മുടെ കൈകൾ പരിശുദ്ധമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസമുണ്ടെങ്കിൽ ലോകത്ത് ഒരു അന്വേഷണ ഏജൻസിയെയും ഭയക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്, അല്ലേ? ദൈവത്തിനെ അല്ലാതെ ഒരു അന്വേഷണ ഏജൻസിയെയും ഒരാളും ഭയക്കേണ്ടതില്ല, ഒരു ഭരണകൂടത്തിനെയും ഒരാളും ഭയക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനിയിപ്പോ നിലപാട് മാറ്റിയതിന്റെ പേരിൽ പിടിച്ചങ്ങ് തീഹാർ ജയിലിടുകയാണെങ്കിൽ സന്തോഷത്തോടെ ഞാനങ്ങ് സ്വീകരിക്കും. പക്ഷേ ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട്, ഒരു ജുഡീഷ്യറി ഉണ്ട്, അതിൽ ഉറച്ച വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വഖഫ് അമെൻമെന്റ് ആക്ട് അടക്കമുള്ള വിഷയങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. 2013 എന്താ പറയുന്നത്? മുസ്ലിം പ്രീണനത്തിന് വേണ്ടി കോൺഗ്രസ് 2013 നടപ്പാക്കിയിട്ടുള്ള നിയമപരിഷ്കരണമായിരുന്നു വഖഫ് അമെൻമെന്റ് ആക്ട്. അങ്ങനെയാണോ? 2013 വഖഫ് അമെൻമെന്റ് ആക്ടിന്റെ ഭേദഗതി ലോക്സഭയിൽ വരുമ്പോഴും രാജ്യസഭയിൽ വരുമ്പോഴും അതിനെ അതിശക്തമായി പിന്തുണച്ചത് അന്നത്തെ BJP-യാ. അന്ന് BJP-യുടെ പ്രതിനിധിയായിരുന്ന സയ്യിദ് ഷാനവാസ് ഹുസൈൻ ലോക്സഭയ്ക്കകത്ത് നടത്തുന്ന പ്രസംഗം കൊണ്ട് അതിൽ പറയുന്നത്, ദേർ സേ ആയാ ഹൈ ലേക്കിൻ ദുരുസ്തേ ആയാ ഹൈ. കുറച്ച് വൈകിട്ടാണ് വന്നതെങ്കിൽ പോലും നന്നായിപ്പോയി, വന്നത് നന്നായിപ്പോയി. എന്നിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത്? 5 ലക്ഷം കോടി രൂപയുടെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങൾ വരെ നിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. അതെല്ലാം തിരിച്ചു പിടിക്കണമെന്നുള്ളതായിരുന്നു BJP-യുടെ പ്രഖ്യാപിത നിലപാട്. അത് മാത്രല്ല, അവര് വഖഫ് സമ്മേളനവും നടത്തി. അക്കാലത്ത് വഖഫ് സമ്മേളനം നടത്തി BJP. എന്നിട്ട് പറഞ്ഞു വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ട് തിരിച്ചു പിടിക്കണം. അത് മാത്രല്ല, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ, ഒന്നാമത്തെ സർക്കാർ അധികാരത്തിൽ വരുമ്പോ പ്രകടന പത്രിക അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. BJP-യുടെ പ്രകടന പത്രികയുണ്ട്. അതിൽ പറയുന്നത് വഖഫ് ബോർഡിനെ ശാക്തീകരിക്കും. 1. 2, വഖഫിന്റെ അന്യാധീനപ്പെട്ട സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചുപിടിക്കും. 2. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോ BJP-യുടെ പ്രകടന പത്രികയിൽ അച്ചടിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ടിപ്പോ BJP പറയുന്നത് മുസ്ലിങ്ങൾക്കെന്തോ വലിയ ആനുകൂല്യം കിട്ടാൻ വേണ്ടി കോൺഗ്രസ് നടപ്പാക്കിയ വർഗീയ പരിപാടിയാണോ? പച്ചക്കള്ളല്ലേ ഇത്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളുടെയും ഭൂമി മുഴുവൻ പിടിച്ചോണ്ടു എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 2013 വന്ന ഭേദഗതിയാ. ഇപ്പൊ വർഷം എത്രയായി? 2024, 11-12 കൊല്ലം കഴിഞ്ഞു. കേരളത്തിൽ ആകെ നോട്ടീസ് കൊടുത്ത് എത്ര കേസാ ചർച്ച ചെയ്യപ്പെട്ട്? 4-5 കേസ് അല്ലേ? മുനമ്പ് ഉൾപ്പെടെ 4-5 കേസ്. മുനമ്പത്തെ വിഷയം വേറെ പരിഹരിക്കാം. പക്ഷേ ഈ നോട്ടീസ് കിട്ടിയ ആളുകൾ നിങ്ങൾ പരിശോധിക്ക്. വയനാട്ടിലും ചാവക്കാടുമൊക്കെ നോട്ടീസ് കിട്ടിയവരിൽ
മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരുണ്ട്. അങ്ങനെ മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണെങ്കിൽ നോട്ടീസ് മുസ്ലിങ്ങൾക്ക് കിട്ടുമോ? ദേവസ്വം ഭൂമി അന്യാധീനപ്പെട്ട തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞാൽ BJP-കാരൻ കൈയടിക്കുമല്ലോ. അപ്പൊ എന്തേ വഖഫിന്റെ ഭൂമി അന്യാധീനപ്പെട്ട തിരിച്ചു പിടിക്കണ്ടേ? ഇതെന്ത് ന്യായമാണ്? ഈ നാട്ടിൽ എല്ലാവർക്കും തുല്യതയോടുകൂടി ജീവിക്കാൻ അവകാശമില്ലേ? BJP-യോ CPM-ഓ ആ തുല്യതയിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിലവർ വിശ്വസിക്കുന്നതേയില്ല. BJP-ക്ക് വിജയിക്കാൻ വേണ്ടി പര്യാപ്തമായ രീതിയിൽ കേരളത്തിലെ ജനമനസ്സുകളെ വർഗീയമായി വിഭജിക്കാൻ വേണ്ടി CPM സഹായം ചെയ്തു കൊടുക്കുന്നു. കർണാടകയിലെ സർക്കാർ 10-15 മിനിറ്റ് കൊണ്ട് പരിഹരിച്ച ഒരു വിഷയമാണ് കേരളത്തിൽ പിണറായി വിജയൻ വലിച്ചു നീട്ടി പരിഹരിക്കാൻ പറ്റാതെയാക്കി മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോ വിഷയവും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ തൃശൂർ പൂരത്തിന്റെ കാര്യം പറഞ്ഞു. അജിത് കുമാറിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലാക്കാക്കി പൂരം അട്ടിമറിച്ചു എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ എത്ര ആവേശത്തോടു കൂടി കാണാൻ പോകുന്ന പൂരാന്നറിയില്ല. തൃശൂർ പൂരം എന്ന് പറയുമ്പോൾ ലോകത്തിന് മുന്നിൽ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ഐക്കണാണ്, ഗ്ലോബൽ ഐക്കണാണ് തൃശൂർ പൂരം. ആ തൃശൂർ പൂരം അട്ടിമറിച്ചുകൊണ്ട്, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അട്ടിമറിച്ചുകൊണ്ട് അതിനെ സഹായിക്കുന്ന നിലപാട് CPM സ്വീകരിച്ചിരിക്കുന്നു. ദത്താത്രേയ ഹൊസബോളെ RSSന്റെ സംഘടനാ ശ്രേണിയിലെ രണ്ടാമൻ, നേരത്തെ രണ്ടത്താണി സാഹിബ് സൂചിപ്പിച്ചു. സാധാരണ RSSകാരന് കാണാൻ പോലും കിട്ടാത്ത രാജ്യത്തെ RSSന്റെ സംഘടനാ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ശക്തനായിട്ടുള്ള RSS നേതാവ്, അയാളെ കാണുകയാണ് മണിക്കൂറുകൾ എടുത്തുകൊണ്ട്. കേരളത്തിന്റെ ADGP രഹസ്യമായി പോയി കാണുന്നു. ആ ADGPക്കെതിരെ ഇപ്പൊ നടപടി എടുത്തിരിക്കുകയാണ്. പറഞ്ഞത് എന്താ നടപടി? പ്രൊമോഷൻ കൊടുത്തു, DGP ആയി ക്ലീൻ ചിറ്റും കൊടുത്തു. RSSന്റെ നേതാവിനെ കണ്ടതൊരു തെറ്റേയല്ല എന്ന് പിണറായി വിജയൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ സഖാക്കളോട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനിയും വർഗീയതയ്ക്കെതിരെയുള്ള നിങ്ങളുടെ നിലപാട് സത്യസന്ധമായിരുന്നെങ്കിൽ, ആത്മാർത്ഥമായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനിയും ആ പാർട്ടിയുടെ ഭാഗമായി തുടരാൻ കഴിയുക? നിങ്ങളുടെ മുഖ്യമന്ത്രി BJP നേതാക്കന്മാരുടെ കാലിൽ വീണ് കെഞ്ചുകയാണ്. എന്താണ്? എത്ര സീറ്റ് വേണമെങ്കിലും ജയിപ്പിച്ചു തരാം, എത്ര വേണമെങ്കിലും വർഗീയമായി വിഭജിച്ചു തരാം, എന്റെ മോളെ ഒന്ന് വെറുതെ വിടണം. അതാ പ്രശ്നം. കഴുത്തില് ചങ്ങലിട്ടിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആര്? അമിത്ഷാ. ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് അമിത്ഷാ പറയുമ്പോ ചാടിക്കളിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി വീണുപോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേറെ ഗതിയില്ല. എന്ത് ചെയ്യാനാണ്? അത്രമേൽ വ്യക്തമായ അഴിമതിയുടെ പാപഭാരം തന്റെയും തന്റെ കുടുംബത്തിന്റെയും മേലുണ്ട് എന്നറിയുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് സധൈര്യം ഒരു നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നത്. ഒരു വിഷയത്തിലും RSSനെതിരെയോ BJPക്കെതിരെയോ വായ തുറന്ന് അരവാക്ക് പറയാൻ പോലും കഴിയാത്ത രീതിയിൽ പിണറായി വിജയൻ അശക്തനായി മാറിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഊരിപ്പിടിച്ച വാളിന്റെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും ഇടയിലൂടെ നടന്നുപോയ പിണറായിക്ക് എന്താ ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്തത്? 34 തവണയാ SNC ലാബിനും കേസ് സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചത്. ഞങ്ങൾ ഓരോ തവണയും കരുതി ഇത്തവണ പിണറായിനെ കൊടുക്കും, ഇത്തവണ ശരിയാക്കി തരും. എവിടെ? ഓരോ തവണ ലാവ്ലിൻ കേസ് എടുക്കുന്ന സമയത്തും, ഓരോ തവണ ലാവ്ലിൻ കേസ് പരിഗണനയ്ക്ക് എടുക്കുന്ന സമയത്തും കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ ഹാജരാവില്ല, മാറ്റിവെക്കും. ഞങ്ങളൊടുവിൽ ഒരു ദിവസം പാർട്ടിയുടെ നേതൃത്വത്തോട് ഈ ചാനൽ ചർച്ചയ്ക്ക് പോകുന്ന ആളുകൾ ചോദിച്ചു, ഞങ്ങൾ എന്ത് മറുപടി പറയണം? UDFന്റെ ആളുകൾ, കോൺഗ്രസിന്റെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പറയാൻ മറുപടിയില്ല, ഞങ്ങൾ എന്ത് മറുപടി പറയണം എന്ന് ചോദിച്ചപ്പോ BJPയുടെ നേതാക്കൾ പറഞ്ഞ മറുപടി, കേന്ദ്ര നേതൃത്വത്തിലെ ആളുകൾ പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് കോൺഗ്രസിനെ സഹായിക്കാത്തത് കൊണ്ട് എന്ത് കേടാണ്? പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ, SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോയാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ കോൺഗ്രസിന് അത് ഗുണകരമായിരിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ട്
ആ ഒരൊറ്റ കാര്യം കൊണ്ട് പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാട് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. എന്ത് വില കൊടുത്തും കോൺഗ്രസിനെ ഇല്ലാതാക്കണം. ഈ രാജ്യത്ത് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാകൂ എന്നറിയുന്ന സംഘപരിവാറിന്റെ അജണ്ട. ആ അജണ്ടയാണ് പിണറായി വിജയനെ സഹായിക്കുക, CPM-നെ സഹായിക്കുക. പ്രിയപ്പെട്ടവരെ, BJP-ക്കാർ പറയാറുണ്ട് 10 വർഷക്കാലം നരേന്ദ്രമോദി ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്തി. 10 വർഷക്കാലം ഞങ്ങളുടെ ഭരണം കൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് എന്നാണ് BJP-ക്കാർ പറയാറുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണോ? അങ്ങനെയല്ല. 10 വർഷക്കാലം ഏകാധിപതിയെ പോലെ ഈ രാജ്യം വാഴുന്ന നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ സർക്കാർ ഓരോ ദിവസവും പുതിയ നിയമങ്ങൾക്ക് മേൽ നിയമങ്ങളും കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഭീതിയിലാഴ്ത്തി, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഭീതിയിലാഴ്ത്തി, അന്യവൽക്കരിച്ച് മാറ്റി നിർത്തുമ്പോഴും ഈ രാജ്യം സമാധാനപരമായി മുന്നോട്ട് പോകുന്നത്, ഇവിടെ യാതൊരു തരത്തിലുള്ള അശാന്തിയുമില്ലാതെ നിൽക്കുന്നത്, ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഇവിടുത്തെ ജനങ്ങൾക്കുള്ള അചഞ്ചലമായ വിശ്വാസവും ആ ഭരണഘടനയിലും ജനാധിപത്യത്തിലും അത് സംരക്ഷിക്കുന്ന പോരാട്ടവുമായി മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നല്ലെങ്കിൽ നാളെ അധികാരത്തിൽ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയും കൊണ്ടാണ് ജനങ്ങൾ ഇവിടെ എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ രാജ്യത്തെ ജനാധിപത്യത്തിനും ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെയും സേഫ്റ്റി വാൾവ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. പ്രിയപ്പെട്ടവരെ, കന്യാകുമാരിയിൽ നിന്ന് ത്രിവർണ്ണ പതാകയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാശ്മീരിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം കൂടിയ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടല്ലോ, ലക്ഷാവധി മനുഷ്യരുണ്ടല്ലോ. ആ മനുഷ്യരുടെ പ്രതീക്ഷ മുഴുവൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഏകാധിപത്യ ഭരണകൂടത്തിനൊരു അന്ത്യം വരും, ഇവിടെ ജനാധിപത്യം പുലരും, നല്ല നാളുകൾ തിരികെ വരും. തീർച്ചയായിട്ടും രാജ്യം അഭിവൃദ്ധിപ്പെടുന്ന രീതിയിൽ ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, മുസ്ലിം ലീഗിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. എന്നോട് പലരും ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കോൺഗ്രസിലേക്ക് പോയത്? കോൺഗ്രസിന് ഇനി ഭാവി ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കോൺഗ്രസിനെ ഭാവിയുള്ളൂ, ഭാവി കോൺഗ്രസ് ആണ്. എന്താ കാരണം? BJP-ക്കാർ തന്നെ, മോദി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള റിട്ടയർമെന്റ് പ്ലാൻ അനുസരിച്ച് മൂപ്പര് ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണം. മൂപ്പര് അതിന് മുമ്പ് തന്നെ റിട്ടയർ ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. കാരണം 2024 ഇലക്ഷൻ റിസൾട്ട് വന്നോട് കൂടിയിട്ട് മാനസികമായി തകർന്നിരിക്കുകയാണ്. ഒരു നിയമവും നടപ്പാക്കിയെടുക്കാൻ കഴിയുന്നില്ല. JPC-ക്ക് വിടേണ്ടി വരുന്നു. മാനസികമായി തകർന്നിരിക്കുന്നു, സംഘർഷത്തിലായിരിക്കുന്നു. നിങ്ങൾ ഈ കരുതുന്നത് പോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ ഫലമൊന്നുമല്ല ദേശീയ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്വാധീനിക്കാൻ പോകുന്നത്. ഇപ്പൊ 1 നേഷൻ 1 ഇലക്ഷൻ കൊണ്ടുവരുന്നു പറഞ്ഞല്ലോ, കൊണ്ടുവരാൻ സാധിക്കും? 3-2 ഭൂരിപക്ഷം വേണ്ടേ? എങ്ങനെ കൊണ്ടുവരാനാ? അപ്പൊ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യവും നടപ്പാക്കാൻ കഴിയാത്ത ഒരു ഏകാധിപതിയായ ഭരണാധികാരി ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലൊരു സാഹചര്യം അദ്ദേഹം അഭിമുഖീകരിച്ചിട്ടേ ഇല്ല. ഗുജറാത്തിലാണെങ്കിലും രാജ്യത്താണെങ്കിലും അദ്ദേഹം ഭരിക്കുന്ന സമയത്ത്. ഇപ്പോ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട മോദി എത്രയും പെട്ടെന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ ജനങ്ങൾ തീർച്ചയായും ആവേശത്തോടുകൂടി പ്രതീക്ഷിക്കുന്ന നേതൃത്വം അത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വമാണ്. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. ജനങ്ങൾ ആവേശത്തോടുകൂടി, ചെറുപ്പക്കാർ ആവേശത്തോടുകൂടി പ്രതീക്ഷിക്കുന്നത് രാഹുലിന്റെയും പ്രിയങ്കയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, 200 കടക്കുന്ന അവസ്ഥ അതല്ല ഉണ്ടാകാൻ പോകുന്നത്. എങ്കിൽ പോലും ഞാൻ പറയണേ, ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചിന്തിച്ചാൽ പോലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ ഡൽഹിയിൽ അധികാരത്തിൽ വരും. ഒരു തർക്കവും സംശയവും ആ കാര്യത്തിൽ വേണ്ട. അങ്ങനെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ചാലക ശക്തിയായി, അതിന് ധാർമ്മികമായ പിന്തുണ കൊടുക്കുന്ന ശക്തിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയവുമില്ല. ഇന്ത്യയുടെ പാർലമെന്റ് രൂപീകരിച്ചതിന് ശേഷം ഇന്നേ വരെ ഒരു പാർലമെന്റിലും മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ ഉണ്ടാകാതിരുന്നിട്ടില്ല. പ്രിയപ്പെട്ട നജീബ് കാന്തപുരം MLA വരുന്നുണ്ട്. എന്നെ പാണക്കാട്ടേക്ക് കൊണ്ടുപോയ നയിച്ച പ്രിയപ്പെട്ട സഹോദരൻ കൂടിയാണ്. ഞാൻ പാണക്കാട്ടേക്ക് പോയപ്പോ നജീബാക്കിയാണെന്ന് കൊണ്ടുപോകുന്ന സമയത്ത്, അല്ല നമ്മളൊരു ഷൈഖ് നജീബ് സാഹിബ്, ഓക്കെ,
അപ്പോ പ്രായം അറിയില്ല, ഞാൻ വിളിച്ചു പോയി, ഒരു ഓളത്തിന് വിളിച്ചതാണ്. അപ്പോ മൂപ്പരാ കൊണ്ടുപോകുന്നത്, ഷംസുക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട്. പോയ സമയത്ത് പുള്ളി നമ്മളെ സീനിയറാ. അപ്പൊ പോയ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, പാണക്കാട്ടേക്ക് ഞാൻ പോയ സമയത്ത് ഞാൻ വിട്ടു പോകുന്നത് മാരാർജി ഭവൻ എന്നാണെങ്കിലും കൂട്ടക്കരച്ചിൽ AKG സെന്ററിൽ നിന്നുണ്ടായിരുന്നു. പാണക്കാട് ഞാൻ പോയപ്പോ ആദ്യത്തെ പ്രസ്താവന വരുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്നാണ്, സാദിഖ് അലി തങ്ങൾക്കെതിരെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനൊരു പാവം അല്ലേ, ഒരു ഇന്നലെ വരെ BJP-കാരനായിരുന്ന ഒരാൾ കോൺഗ്രസ് ചേർന്നു. ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, KPC പ്രസിഡന്റിനോട് പറഞ്ഞു, എനിക്ക് നാളെ പാണക്കാട് തങ്ങളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പോയിക്കോളൂന്ന് പെർമിഷൻ തന്നു. ഉടനെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയൊക്കെ വിളിച്ച് അതിനുള്ള സംവിധാനം ഒരുക്കി ഞാൻ അവിടെ പോയി. എന്നെ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടക്കം ഉള്ളവർ വിശാല ഹൃദയത്തോടുകൂടി എന്നെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു. ആ ഒരു സാഹചര്യത്തോടെ എങ്ങനെയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടിയിരുന്നത്? എന്തു വലിയ മെസ്സേജാണത് കൊടുത്തത്? ആ മെസ്സേജ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ മതസാഹോദര്യത്തിന്റെ, സമരസതയുടെ ഒക്കെ ഒരു മെസ്സേജ് ആയിരുന്നില്ലേ? BJP പോലെ ഒരു പാർട്ടി വിട്ട് പുറത്തു വരുന്ന ഒരു മനുഷ്യനെ, ആ പ്രത്യയശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞ് പുറത്തു വരുന്ന ഒരു മനുഷ്യനെ, മതേതര ചേരിയിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ കൈ നിവർത്തി സ്വീകരിക്കണം എന്നൊരു വലിയ സന്ദേശം കൊടുത്ത പാണക്കാട്ടെ തങ്ങൾക്കെതിരെ, സാദിഖ് അലി തങ്ങൾക്കെതിരെ സുരേന്ദ്രൻ പറയുന്നതിന് മുമ്പ് പറഞ്ഞത് പിണറായി വിജയനാണ്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്തിനാണ് ബഹുമാനപ്പെട്ട തങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുരേന്ദ്രൻ പറയേണ്ട കാര്യം പോലും പിണറായി വിജയൻ പറയുന്നു. വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്ക് വല്ലാതെ പ്രഷർ അടിച്ചത് 2 ദിവസമായിട്ട് മൂപ്പർക്ക് ആ സമയത്ത് TV-യിൽ ഒരു സ്പേസും കിട്ടിയില്ല. പാലക്കാട് മൂപ്പര് വന്നത് 11 മണിക്ക്. എന്റെ പത്രസമ്മേളനം അന്ന് കോൺഗ്രസ് ചേരുന്ന പരിപാടി നടന്നു 11 മണിക്ക്. മൂപ്പര് ഔട്ടായിപ്പോയി. സാധാരണ അങ്ങനെയാണ്, ഇലക്ഷന്റെ സമയത്ത് പിണറായി ലാസ്റ്റ് അങ്ങോട്ട് വരും, 2 അടിയടിക്കും, അജണ്ട സെറ്റ് ചെയ്യും, പോവും. ഇത്തവണ മൂപ്പർക്ക് ഒരു പരിപാടിയും പാലക്കാട് നടന്നില്ല. അതിന്റെ മുഴുവൻ ദേഷ്യവും അദ്ദേഹം തീർത്തത് ബഹുമാനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി തങ്ങളെ നേരെ. എത്ര നികൃഷ്ടമായിട്ടുള്ള രീതിയാണ്! കേരളത്തിന്റെ മുഖ്യമന്ത്രി, 4 കോടി മലയാളികളുടെ മുഖ്യമന്ത്രി സന്തോഷിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് അല്ല, അതേ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ മതസാഹോദര്യം നിലനിർത്താൻ വേണ്ടി പാണക്കാട്ടെ കുടുംബം എടുത്തിട്ടുള്ള വലിയ ഒരു സ്റ്റെപ്പ്, അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്, സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പക്ഷെ അദ്ദേഹം നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചു. പക്ഷേ പാലക്കാട്ടെ പ്രബുദ്ധരായ ജനത അതിന് അതിശക്തമായ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ നൽകി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്തൊക്കെയാ ചെയ്തത്? പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ട്രോളി പോയി. അത് കഴിഞ്ഞ് CPM-മാര് എന്റെ പേരിലാണ് 2 പത്രത്തിൽ പരസ്യം കൊടുത്തത്. 2 പത്രത്തിൽ. ഞാൻ മറ്റേ സലീം കുമാറിന്റെ അവസ്ഥയിൽ എന്ത്, എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തം അല്ലെ, ഞാൻ അതിന് മാത്രമൊക്കെ വലിയ ആളായോ? 2 പത്രത്തിൽ ലക്ഷക്കണക്കിന് റുപ്യ കൊടുത്ത് പരസ്യം കൊടുത്തിരിക്കുക. എന്റെ ജീവിതത്തിൽ കിട്ടാത്ത പരസ്യം. അതാണ് ലോകം മൊത്തം എന്റെ പേരിൽ പരസ്യം കൊടുത്തിരിക്കുക. ഞാൻ അന്നേ പറഞ്ഞു, പരസ്യം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിലും പണം കൊടുത്തത് BJP എന്നാണ്. കാരണം BJP-ക്ക് പറയാൻ പറ്റില്ല എന്നെ കുറിച്ചിട്ട്. കാരണം BJP-യുടെ ഭാഗമായിരിക്കുമ്പോൾ BJP-യുടെ നിലപാടുകൾ പറഞ്ഞു. അപ്പോൾ അവിടെ പാലക്കാട്ടെ മുസ്ലിം വോട്ടുകളിൽ ഭിന്നത ഉണ്ടാക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? CPM-ന്റെ ആവശ്യമാണ്. മറ്റേ സ്റ്റെതസ്കോപ്പ് ജയിക്കാൻ പോകുന്നുണ്ടോ അവിടെ? ഇല്ലല്ലോ. അപ്പൊ പാലക്കാട് മത്സരം BJP-യും UDF-ഉം തമ്മിലായിരിക്കുന്ന സമയത്ത് BJP-യെ സഹായിക്കാൻ വേണ്ടി മുസ്ലിം വോട്ടിൽ ഭിന്നതയുണ്ടാക്കാനുള്ള കൊട്ടേഷൻ പണിയാണ് അന്ന് CPM എടുത്തത്. എന്താ അതിൽ തർക്കമുള്ളത്? പക്ഷെ ഇവരെന്താ കരുതിയത്? ഞാൻ പിറ്റേന്ന് ഈ പത്രത്തിന്റെ പരസ്യം വന്ന അന്ന് ഞാൻ ബഹുമാനായിട്ടുള്ള NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാറിനെ കാണാൻ വേണ്ടി പെരുന്നയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് എന്നോട് പ്രിയപ്പെട്ട രാഹുൽ വിളിച്ച് പറഞ്ഞു, സന്ദീപ് ജി ഒന്ന് മാധ്യമങ്ങളെ കാണണം, എനിക്ക് നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ കൊച്ചിയിലിറങ്ങി മാധ്യമങ്ങളെ വിളിച്ച് കാണുകയാണ്. ഞാൻ വലിയ ഇമോഷണലി ഞാൻ ഭയങ്കര ഹേർട്ടായിരുന്നു, വൈകാരികമായിട്ട്. കാരണം ഇനി പാർട്ടിക്കും മുന്നണിക്കും ഒരു ദോഷം സംഭവിക്കുമോ? സ്വാഭാവികമല്ലേ, ഒരു വിഷമം മനസ്സിൻ്റെ ഉള്ളിൽ. കാരണം ഞാൻ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഡിസോൺ ചെയ്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ വീണ്ടും പരസ്യമായി കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവുമല്ലോ.
ചില മനുഷ്യരുടെ മനസ്സിലെങ്കിലും എന്നെക്കുറിച്ച് മോശമായിട്ടൊരു കാര്യം വരുന്ന സമയം വരുമോ എന്നുള്ള വിഷമം, സങ്കടമൊക്കെ എനിക്കുണ്ടായി. അങ്ങനെയാണ് കൊച്ചിയിൽ വെച്ച് ഞാൻ പത്രക്കാരെ കണ്ടത്. വളരെ വൈകാരികമായി സംസാരിക്കുമ്പോൾ എങ്ങനെയോ പഴയ വായനയിൽ എവിടെയോ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഖലീഫ ഉമറിന്റെ ചരിത്രം കൂടി ഞാൻ പറഞ്ഞു. ആ സമുദായത്തെയാണോ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്? ആ സമുദായത്തെയാണോ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ നിമിഷം വരെ ഞാൻ അനുഭവിക്കുന്ന സ്നേഹവും ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും സന്തോഷവും സ്നേഹവും ഞാൻ അനുഭവിക്കാൻ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വായിൽ നിന്ന് എന്നെ അക്ഷരം പഠിപ്പിച്ച എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. ആ അമ്മയുടെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കാം എൻ്റെ വായിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഏറ്റവും നല്ല വാക്കുകളായിട്ട് ഞാൻ കരുതുന്നത്. ആ നിമിഷത്തിൽ വൈകാരികമായി എൻ്റെ മനസ്സിനുള്ളിൽ നിന്ന്, പൂർണ്ണമായിട്ടും എൻ്റെ മനസ്സിനുള്ളിൽ നിന്ന് വന്ന ആ വാക്കുകൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വാക്കുകളായിട്ട് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി, വിദ്വേഷമുണ്ടാക്കാൻ വേണ്ടി CPM-ഉം BJP-യും പരിശ്രമിച്ചോ, അതിന് മുഴുവനുള്ള തിരിച്ചടി പാലക്കാട്ടെ പ്രബുദ്ധരായ ജനത നൽകി. സാധാരണഗതിയിൽ പാലക്കാട്ട് ഷാഫി പറമ്പിൽ ജയിക്കുന്ന സാഹചര്യത്തിൽ BJP പറയാറുള്ളത് മുസ്ലിം കൺസോൾട്ടേഷനാണ്, കോൺഗ്രസ് ജയിക്കും പറയും മുസ്ലിം കൺസോൾട്ടേഷനാണ്. പക്ഷെ ഇത്തവണ വോട്ടെണ്ണിയപ്പോ BJP-ക്കാരല്ലാതെ ഈച്ച പോലും പറക്കാൻ പറ്റാത്ത വടക്കന്തറയിലെയും മൂത്താന്തറയിലെയും വാർഡുകളിലും ബൂത്തുകളിലും വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോട്ട് കുതിച്ചുയർന്നു. UDF-ന്റെ വോട്ട് കുതിച്ചുയർന്നു. പൂർണ്ണമായും ബ്രാഹ്മൺ ജനങ്ങൾ താമസിക്കുന്ന കൽപ്പാത്തി തെരുവിൽ രാവിലെ കോലമിടുന്ന മാമിയാർമാരുള്ള കൽപ്പാത്തിയിലെ തെരുവിൽ വോട്ടെണ്ണിയ സമയത്ത് അവിടെ UDF-ന് ലീഡ് വന്നിരിക്കുന്നു. ക്രൈസ്തവ ജനവിഭാഗങ്ങളുള്ളതാണ് സംഭവിക്കാൻ പോവുക എന്നുള്ളതിന്റെ ട്രെയിലർ മാത്രമാണ് നമ്മൾ പാലക്കാട് കണ്ടത്. ഏതോ ട്രെയിലറെ പൂരാ പിക്ചർ അഭി ബാക്കി ഹേ മേരെ ദോസ്ത് എന്നതുകൊണ്ടാണ് പറഞ്ഞത്. മുഴുവൻ സിനിമ ബാക്കിയുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പ്രിയപ്പെട്ട നജീബ് എം.എൽ.എ ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്നുണ്ട്. അവരെല്ലാം നിങ്ങളോട് സംസാരിക്കാനിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാനും നിങ്ങളോട് സംസാരിക്കാനും അവസരം തന്ന ഇവിടുത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റിക്കും പ്രത്യേകിച്ച് ബഷീർ MLA-ക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ബഹുമാന്യനായ നജീബ് കാന്തപുരം MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കാരണവന്മാരെ, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടി ഇവിടെ അഹോരാത്രം പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാരെ ആദരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രസിഡന്റിനെ ക്ഷണിക്കും. ബഷീറാക്ക ആദരിക്കുന്നതാണ്. ഒന്ന് പുതുക്കടി മമ്മണ്ണിയാക്ക. അധ്യക്ഷന്റെ അനുമതിയോടെ ഞാൻ അറിയിക്കോട്ടെ. KP മുഹമ്മദ് അലി കാക്ക. കുഞ്ഞാപ്പുന്നത്ത് EK സയ്യിദ കാക്ക. K ഉമ്മർ ഹാജി, K ഉമ്മർ ഹാജി. തക്കത്ത് ബാവട്ടി, EK മുഹമ്മദ് കാക്ക, EK ഉണ്ണിമാനു, മുഹമ്മദ് മുസ്ലിയാർ, ഹസൻ മുസ്ലിയാർ, പട്ടേരി മുഹമ്മദ് കാക്ക, പട്ടേരി വീരാൻ കാക്ക, പൂന്തല അലവി കാക്ക, PC ഉണ്ണിപ്പോക്കർ കാക്ക, കുറ്റിപ്പുറവൻ സൈദാജി, CK ഹസൻകുട്ടി ഹാജി, പടുപ്പൻ അബ്ദുറഹിമാൻ, ചാലിത്തൊടി മുഹമ്മദ് കാക്ക.